6 മാസത്തിനു ശേഷം ലാലളിനെ കാണാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്നും അളിയന്റെ നാടായ പത്തനംതിട്ടയിലേക്ക് ഒരു യാത്ര. ശേഷം അളിയന്റെ നാട് കാണിക്കാനായിട്ട് ഒരു ദിവസത്തെ ഒരു യാത്ര പോവുകയാണ്. കേരളത്തിൽ നിന്നും മനോഹരമായ കാട്ടുവഴികളിലൂടെ മല കയറി തമിഴ്നാട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്രാ റൂട്ട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നേരെ പത്തനംതിട്ട നിന്ന് കോന്നിയിൽ നിന്നും കാട്ടുവഴികളിലൂടെ മല കയറി നേരെ അച്ചൻകോവിലോട്ട്, അച്ചൻകോവിൽ നിന്ന് മലയിറങ്ങി തമിഴ്നാട്ടിലെ സെങ്കോട്ടെ, തെങ്കാശി, ആര്യങ്കാവ് വഴി പുനലൂര് വരെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വെളുപ്പിന് 5:57 വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത്. അച്ചുവിന് ചാറ്റയും കൊടുത്ത് നേരെ ആറ്റിങ്ങൽ വഴി വെഞ്ഞാറമൂട് അടുത്തുള്ള കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനന്തു. ആക്ടറാണ്, കൊമേഡിയനാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ അവൻ തന്നെ ഒറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും. ചെറിയ വേഷങ്ങളൊക്കെ സിനിമയിലും ചെയ്തിട്ടുണ്ട്. കാപ്പ, ജയ ഹേ, അങ്ങനെ കുറച്ചൊക്കെ. കൂടുതലും സ്ക്രീനിൽ വരുന്നത് കൈയും കാലും മുതുവും മാത്രമാണ്. പിന്നെ ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൊക്കെ കൊമേഡിയനായിട്ട് പെർഫോം ചെയ്ത് പ്രൈസും അടിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ഈ കാണുന്നത്. കൊല്ലത്ത് ചടയമംഗലത്ത് ജഡായിപ്പാറയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു ലോങ് യാത്ര തന്നെയാണ്. അതുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് എയറും ചെക്ക് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അതിനകത്ത് ഒരു ചായക്കടയിൽ കയറി ചായയും കുടിച്ച് കുറച്ച് ഇരുന്ന് സംസാരിച്ച് റെസ്റ്റ് എടുത്ത ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അടൂര് പന്തളം റൂട്ട് വഴി നേരെ ചെങ്ങന്നൂർ എത്തിയപ്പോൾ സമയം ഏകദേശം 9 മണിയോളമായി. ചെങ്ങന്നൂരടുത്ത് കല്ലൂപ്പാറയാണ് ലാലളിന്റെ സ്വന്തം നാട്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ലാലളിയൻ റോട്ടരിയിൽ തന്നെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് ഇന്ന്. നമ്മുടെ നാടനാണല്ലോ കണ്ടുപിടിക്കുകയാണ് 6 മാസങ്ങൾക്ക് ശേഷം. 6 മാസമായി. അങ്ങനെ നമ്മൾ റോട്ടിൽ നിന്ന് കുറച്ച് സംസാരിച്ച ശേഷം നമ്മൾ ഇനി പോകുന്നത് ലാലളിന്റെ വീട്ടിലോട്ടാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളെ കുറിച്ചും നാട്ടിനെ കുറിച്ചും എല്ലാം അളിയൻ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് താമസിക്കാതെ തന്നെ നമ്മൾ ലാലളിന്റെ വീട്ടിലെത്തി. അളിയന്റെ അച്ഛൻ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. നമ്മൾ എത്തിയപാടെ ആദ്യം ഫുഡ് കഴിക്കാനാണ് ക്ഷണിച്ചത്. ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. ലാലളി നേരത്തെ കഴിച്ചത് കൊണ്ട് ഇപ്പൊ കഴിക്കാതിരിക്കുന്നതാണ്. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് മാമനോട് യാത്രയും പറഞ്ഞ് നമ്മൾ 4 പേരും കൂടെ നാട് ചുറ്റാനായിട്ട് പുറത്തോട്ടിറങ്ങി. ലാലളിന്റെ നാട് കല്ലൂർപ്പാറയിലാണ് നിൽക്കുന്നത്. അളിയനെ കാണാൻ വന്നതാണ്. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അളിയന്റെ ഓരോ വിശേഷങ്ങളും അറിയാനായിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ FM 420 എന്ന് പറയുന്ന വണ്ടി. അതെ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട് അതിനകത്തില്. പക്ഷെ അത് നമ്മൾ ഈ ഓട്ടോമാറ്റിക് വണ്ടി വരുന്ന ടൈപ്പ് തന്നെ മാനുവൽ വരുന്നത്. സ്വിച്ച് ഇത് എക്സ്പ്രസ് ലോഡാ, ടൈമിംഗ് എക്സ്പ്രസ് കാർഗോയാ. അപ്പൊ എത്ര മണിക്കൂറുണ്ട്? അപ്പൊ ഒരു 2100 കിലോമീറ്റർ വരും ഡൽഹി വരെ, ബാംഗ്ലൂര്. അതൊരു 49 മണിക്കൂർ സമയം, 48-40 മണിക്കൂർ. 2100 കിലോമീറ്റർ 48-49 മണിക്കൂറിൽ കവർ ചെയ്യും. നമ്മൾ എവിടെ നിന്ന്? ചെന്നൈ അല്ല, ബാംഗ്ലൂർ. അപ്പൊ ഒരു ഡബിൾ ഡ്രൈവറാ. കഴിക്കാനും ടോയ്ലറ്റ് പോകാനും ഒക്കെ വണ്ടി നിർത്തത്തുള്ളൂ. ഫുൾ റണ്ണിങ് ആണ്.